മലപ്പുറം ചങ്ങരംകുളത്ത് ആക്രിക്കടയ്ക്ക് തീപിടിച്ചു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ വളയംകുളത്തെ ആക്രിക്കടയാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. പൊന്നാനിയിൽ നിന്നും കുന്നംകുളത്ത് നിന്നും ഫയർഫോഴ്സ് സംഘം എത്തി തീയണച്ചു. യൂനുസ് അഹമ്മദ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. യൂനുസ്, എന്താണ് ഈ തീപിടുത്തത്തിന് പിന്നിലെ കാരണമെന്നാണ്? അത്തരത്തിലുള്ള ഏതെങ്കിലും നിഗമനങ്ങളോ വിശദീകരണങ്ങളോ ലഭിക്കുന്നുണ്ടോ? വിനീഷ, അത് എന്താണ് തീപിടുത്തത്തിന് കാരണമെന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ല. അത് പരിശോധിച്ചു വരികയാണ് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. മലപ്പുറം ചങ്ങരംകുളത്ത് വലിയ കുളത്താണ് ഈ ഒരു ആക്രിക്കടക്ക് തീപിടിച്ചത്. ഈ തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ വളയംകുളം AVM സ്കൂളിന് മുൻവശത്തുള്ള ഒരു ആക്രിക്കടയാണ് ഈ പൂർണ്ണമായി കത്തി നശിച്ചത്. രാവിലെ 10 മണിയോടെയാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത്. പിന്നീട് ഈ തീപിടുത്തം കണ്ട നാട്ടുകാർ ഉടൻ തന്നെ തീ അണക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. പിന്നീട് പൊന്നാനി സ്റ്റേഷനിലെയും അതോടൊപ്പം ഫയർഫോഴ്സിനെയും തിരൂർ ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു. കുന്നംകുളത്തു നിന്നും അവിടെ തന്നെ പൊന്നാനിയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തിയാണ് 3 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ അണച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സമീപത്ത് സ്കൂളുകളും മറ്റു വ്യാപാര സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നു. അവിടേക്ക് തീ പെട്ടിട്ടില്ല. അത് വലിയൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. 3 ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇരിയാലൂർ സ്വദേശിയായ ജലീലിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് കത്തി നശിച്ചത്. തീ പിടിക്കാനുള്ള കാരണം വ്യക്തമല്ല. അത് പരിശോധിച്ചു വരികയാണ് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. വിനിഷ, തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയല്ലോ അല്ലെ? ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ലല്ലോ? വിനിഷ, ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലനിൽക്കുന്നില്ല. മറ്റു സ്കൂളുകളും മറ്റു വ്യാപാര സ്ഥാപനങ്ങളും ഇതിന് സമീപത്തായി ഉണ്ടായിരുന്നു. പക്ഷേ അവിടേക്ക് തീ ആളിപ്പടരുന്നതിന് മുമ്പ് തന്നെ ഫയർഫോഴ്സ് സംഘം എത്തി ഈ തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഏതായാലും അത് വലിയൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ആക്രിക്കട പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. വിനിഷ, ശരി. യൂനുസ് അഹമ്മദാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.